നിർണായക ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണ്. മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബിൽ. ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, അഴിമതി തടയുന്നതിനായി അത് വളരെ കൃത്യതയോടെ ഭരണ നേതൃത്വത്തിൽ ഉള്ളവരായാലും അവരെ കൃത്യമായി തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കാൻ കഴിയുന്ന വളരെ സുപ്രധാനമായ ഒരു ബിൽ അത് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്ന് 3 ബില്ലുകളാണ് പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരാൻ പോകുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെയുള്ള ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളൊക്കെ ആ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. അവരെ ഉദ്ദേശിച്ചുള്ളതാണ്. ഇനി അങ്ങനെ ഒരു അരവിന്ദ് കെജ്രിവാൾ വേണ്ട എന്നുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അങ്ങനത്തെ ഒരു ബില്ല്. രണ്ടാമത്തെ ബില്ല് ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ലാണ്. മൂന്നാമത്തെ ബില്ല് വരുന്നത് ഈ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്ന ബില്ല്. മൂന്നും അതിൻ്റെതായ പ്രാധാന്യങ്ങളുള്ള ബില്ലാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ബില്ല് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വിനോദ് വായിച്ച ആ ബില്ല് തന്നെയാണ്. അതിൻ്റെ പ്രാധാന്യം ഇങ്ങനെയാണ്: നിർണായക ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇത് എന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ല് ഇന്ന് അവതരിപ്പിക്കും. അതായത് 30 ദിവസം ജയിലിൽ കടന്നാൽ 31-ാം ദിവസം അവരേത് സ്ഥാനത്താണോ ഇരിക്കുന്നത് ആ സ്ഥാനം നഷ്ടമാകും. പിന്നീട് ഇറങ്ങി വന്നാലും തുടർന്ന് ആ സ്ഥാനത്തേക്ക് അവർക്ക് കയറി ഇരിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നത്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും അടക്കം ഇത് ബാധകമാണ് എന്നുള്ളതാണ് ഈ ബില്ലിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. അതായത് ആർക്കും ഇതിൽ ഇളവില്ല. ഈ അഴിമതി കാണിച്ചിട്ടും നമ്മുടെ കേരളത്തിലുമുണ്ട് സമാനമായ രീതിയിൽ ജയിലിൽ കിടന്ന ഒരു മന്ത്രി. അത് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണ പിള്ളയാണ് ജയിലിൽ കിടന്നത്. 2 വർഷത്തെ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അത് സമാനമായ രീതിയിൽ ഈ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് പിന്നീട് ഈ പദവിയിലേക്ക് തന്നെ മടങ്ങി വരുന്നതിനുള്ള എല്ലാ അവസരങ്ങളും അടയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. 5 അതിലധികമോ വർഷം ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ പ്രതിയാകുന്ന മന്ത്രിമാർക്ക് ഇത് ബാധകമാകും എന്നാണ് റിപ്പോർട്ട്. മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചാണ് ഈ നടപടി. നമ്മുടെ കർണാടകയിലൊക്കെ തന്നെ പല മേഖലകളിലും മന്ത്രിമാർ ഖനന അഴിമതിയിലൊക്കെ പെട്ട് അകത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ തിരിച്ചിറങ്ങി വന്നവർ സ്വാഭാവികമായി മന്ത്രിസ്ഥാനത്തേക്കൊക്കെ മടങ്ങി വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജിയൊക്കെ ഇതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് അവിടുത്തെ ഹൈക്കോടതി ശക്തമായ ഭാഷയിൽ വിമർശിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ വീണ്ടും മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. അതായത് ഇനി ഒരു തരത്തിലും ഈ രീതിയിൽ തോന്നിയപടി നടന്ന് അഴിമതി കാണിച്ച് രാജ്യത്തെ കട്ടുമുടിച്ച ശേഷം വീണ്ടും അതേ പദവിയിലേക്ക് വന്നിരിക്കാം എന്നാരും വ്യാമോഹിക്കേണ്ട. അതിൽ ഏറ്റവും ഒരു തരത്തിലും ഉളുപ്പില്ലാതെ പെരുമാറിയ വ്യക്തി എന്ന് തന്നെ പറയേണ്ടി വരും. അത് അരവിന്ദ് കെജ്രിവാളാണ്. ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുക എന്നൊരു പുതിയ കലാപരിപാടി ജനങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത വ്യക്തി കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇനി എന്തായാലും ഒരു അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ബില്ല് പാസ്സായാൽ. തീർച്ചയായും ജയിലിൽ കിടന്ന ഇനി മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും ഒന്നും രാജ്യം ഭരിക്കാനാവില്ല. 30 ദിവസത്തിനകം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്ഥാനമൊഴിയേണ്ടി വരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ബില്ലുകളിലൊന്ന് ഇന്ന് പാർലമെന്റിൽ എത്തുന്നു. മറ്റ് 2 ബില്ലുകളും പാർലമെന്റിലേക്ക് ചർച്ചയ്ക്കായി എത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.